പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ യോനാ പ്രവാചകന്റെ പ്രാർത്ഥന കാണുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും, വായിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആഴങ്ങൾ എന്നെ മൂടി, മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഞാൻ ദൈവത്തോട് അയ്യം വിളിച്ചു എന്ന് യോനാ പ്രവാചകൻ പറയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന വ്യക്തി ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുവാനും ദൈവത്തിൻ്റെ കൃപകളെ ചോദിച്ച് മനസ്സിലാക്കുവാനുമുള്ള അവസരം നോമ്പിലൂടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരുക്കമായിട്ട് ഈ 3 നോമ്പിനെ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനിവേ നോമ്പ് എന്ന് നമ്മൾ പറയുമ്പോൾ നിനിവാക്കാരുടെ ഉപവാസം 40 ദിവസമായിരുന്നു. എന്നാൽ ഇത് ദൈവപദ്ധതിയിൽ നിന്നും അകന്നു പോയവരെ തിരികെ കൊണ്ടുവരുവാനും ദൈവപദ്ധതിയിലേക്ക് തിരികെ വരുത്തുവാനുമുള്ള അവസരമാണ്. ഒരു തിരിച്ചുവരവിൻ്റെ അനുഭവം ഈ നോമ്പ് നമുക്ക് പ്രദാനം ചെയ്യണം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും യോനാ പ്രവാചകൻ പിരിഞ്ഞു പോകുവാൻ അല്ലെങ്കിൽ അകന്നു പോകുവാനുള്ള കാരണം 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർസീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദൈവമുള്ള ദൈവമായി അനർത്ഥം വരുത്തുന്നതിൽ വിമുഖൻ എന്ന് ഞാൻ അറിഞ്ഞു. യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യമാണ് വായിച്ച് കേട്ടത്. ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയ വ്യക്തിയാണ് യോനാ പ്രവാചകൻ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കുമെന്ന് മനസ്സിലാക്കി ദൈവകൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിലായിരിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട പ്രവാചകൻ ജീവിക്കുമ്പോൾ ദൈവിക അനുഭവത്തിൽ നിന്നും അകന്നു പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. കാരണം യഹോവ വളരെ ദയയുള്ളവനാണ്, മഹാകരുണയുള്ളവനാണ്, അവൻ അകൃത്യം ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നവനാണ്. അത് പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എൻ്റെ ദൈവം വലിയവനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം മഹാകരുണയുള്ളവനാണ് എന്നുള്ള ചിന്ത. ആ ഒരു അനുഭവത്തിൽ നിന്നും ദൈവകൃപയിൽ നിന്നും അകന്നു പോകുവാൻ തക്കവണ്ണം യോനാ പ്രവാചകൻ ശ്രമിക്കുന്നതിൻ്റെ കാരണം തൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു പരാജയത്തിൻ്റെ അനുഭവം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. ജീവിതത്തെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം നാം ആരും ആഗ്രഹിക്കുന്നില്ല. ജീവിതം വിജയമായിരിക്കണം, വിജയകരമായിരിക്കണം. ദൈവികമായിട്ടുള്ള അനുഭവത്തിൽ ഒരുപക്ഷെ ലഭിക്കുന്നതെല്ലാം എനിക്ക് സ്വന്തമായി അനുഭവിച്ചുകൊണ്ട് സന്തോഷം അനുഭവിക്കുവാനും ഈ ലോകത്തിൽ ദൈവകൃപയെ നേടിയെടുത്തുകൊണ്ട് ജീവിക്കുവാനും ആഗ്രഹിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു പരാജയം വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വിജയത്തിന് വേണ്ടി, ദൈവിക അനുഭവത്തിന് വേണ്ടി ഒരുപക്ഷെ പ്രാർത്ഥിക്കുന്നവരാണ്. കഴിഞ്ഞിടയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് തന്ന പേപ്പറിനകത്ത് പേരെഴുതി തന്നതിനകത്തൊരു പ്രാർത്ഥന കണ്ടു. ഏതോ ഒരു കുട്ടി എഴുതിയതാണ്, പഠിക്കുന്ന കുട്ടി എഴുതിയതാണ്. സന്ദർഭവശാൽ കുർബാനയിൽ ഓർക്കുവാൻ തന്നപ്പോൾ അതിൻ്റെ മറുപുറത്ത് എഴുതിയിരുന്നതാണ്: ദൈവമേ, എനിക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണമേ, മീഖായേലിനെ നിന്റെ വാളൂരി അവരെ നശിപ്പിക്കണമേ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു. പരാജയ ഭീതിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ തനിക്ക് ദോഷം വരുത്തുന്നു എന്നുള്ളതിൽ നിന്നും ഉണ്ടായ ഒരു പ്രാർത്ഥനയാണ്. യഥാർത്ഥമായ പ്രാർത്ഥന ആ ഒരു അനുഭവത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അല്ല എന്ന് നമുക്ക് പറയുവാൻ തക്കവണ്ണം സാധിക്കും. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് പരാജയപ്പെടുവാനോ നമ്മെ പരാജയപ്പെടുത്തുന്നവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവരിൽ നിന്നും കീഴ്പ്പെടാതെ ജീവിക്കുവാനോ ആഗ്രഹിക്കുന്ന അനുഭവമാണ്. നമ്മളെ പരാജയപ്പെടുത്തുന്നവരെ പരാജയപ്പെടുത്തുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് പരാജയം ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമല്ല. മറിച്ച് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കണം, ഞാൻ പറയുന്നതെല്ലാം അതേ രീതിയിൽ സാധിക്കണം. ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ ലോകത്തിന് പകർന്നു നൽകുന്ന വ്യക്തിയാണ്.
ദൈവിക അനുഭവത്തെ ലോകത്തിന് പകർന്നു നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ, താൻ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെതാണ് എന്നുള്ള ബോധ്യമുണ്ടാകണം. അത് ദൈവത്തിൻ്റെതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നടന്നിരിക്കണം. അത് ജനങ്ങൾ അല്ലെങ്കിൽ അതിന് വിധി എഴുതുന്ന സാഹചര്യം ഉണ്ടാകും. ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിക്കുകയും അത് പ്രവചനം തെറ്റായി വരികയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരു കള്ളപ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടും. അതുകൊണ്ട് പ്രവാചകൻ അറിയാം, താൻ പ്രസംഗിച്ചാൽ ഒരു പക്ഷേ നിനിവേ ജനം അനുതപിക്കുകയും അതിന്റെ ഫലമായിട്ട് മഹാകാരുണ്യവാനായ ദൈവം തനിക്ക് ഉണ്ടായ അവസ്ഥയിൽ നിന്നും അനുതാപത്തോടുകൂടി തിരികെ വന്ന് ഈ ജനത്തെ സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനും ഇടയാകും. അവിടെ പ്രവാചകന്റെ പ്രവചനത്തിന് പരാജയമുണ്ടാകും. പ്രവാചകന്റെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്യുന്ന അനുഭവം ഉണ്ടാകും. അതുകൊണ്ട് ഒരു പക്ഷേ യോന ദൈവത്തിൻ്റെ അരുളപ്പാടിൽ നിന്നും മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകുന്നു. രണ്ടാമത്, തൻ്റെ ജീവിതത്തിലെ പരാജയത്തെക്കാളുപരി പ്രാണഭീതി ഉണ്ടാകുന്നുണ്ട്. അവിടെ ചോദിക്കുന്നുണ്ട്, ഈ ദൈവികമായിട്ടുള്ള അരുളപ്പാടുകൾ രാജാവിനോടും ജനങ്ങളോടും അറിയിക്കുവാൻ ഇവൻ ആരാണ് എന്നുള്ള ചിന്ത നിനിവേയിലെ ജനത്തിന്റെ സന്നിധിയിൽ ഒരുപക്ഷെ ഉണ്ടാകുന്നുണ്ട്. അനുതാപത്തെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള മാർഗമായി അവർ സ്വീകരിച്ചെങ്കിലും പ്രവാചകന്റെ മനസ്സിൽ നിനിവേക്കാരെ കുറിച്ചുള്ള ഒരു തെറ്റായ അനുഭവമാണ്, തെറ്റായ രീതിയാണ്, തെറ്റായ ഒരു രൂപമാണ് ഉള്ളത്. അത് മനസ്സിലാക്കി പ്രവാചകൻ തന്നെ അവർ വധിക്കുമോ എന്നുള്ള ചിന്തയാൽ ഒരുപക്ഷെ ദൈവത്തിന്റെ അരുളപ്പാടിൽ നിന്നും മാറി നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്നും മാറി നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. തന്നെ ഒരുപക്ഷെ വധിക്കുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയും എതിരായിട്ട്, എനിക്കെതിരായിട്ട് ആര് സംസാരിക്കുന്നോ ആ വ്യക്തി എൻ്റെ ശത്രുവായിട്ട് മാറും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളാണുള്ളത്. ആരെതിർത്ത് നിൽക്കുന്നുവോ അവരെല്ലാം ശത്രുക്കളാണ്. ശത്രുവായി കഴിഞ്ഞാൽ ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും താഴെയാക്കുക, വകവരുത്തുക എന്നുള്ളത് പൊതുവായിട്ടുള്ള മാനുഷിക ഭാവമാണ്. ആ ഒരു അനുഭവത്തിൽ പ്രവാചകൻ ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിന് അവസാനമുണ്ടാകും എന്നുള്ള ചിന്തയാലാണ് ഈ നിനിവേയിലെ അനുഭവത്തിലേക്ക് പോകാതെ ദൈവത്തിന്റെ അരുളപ്പാടിനെ കേൾക്കാതെ മാറിപ്പോകുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അതുകൊണ്ട് ഒന്ന്, തൻ്റെ ജീവിതത്തിൽ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് തൻ്റെ പ്രവാചകത്വം. അത് ചോദ്യം ചെയ്യുവാനും പരാജയപ്പെടുവാനും യോന പ്രവാചകൻ ആഗ്രഹിക്കുന്നില്ല. വിജയത്തിന്റെ അനുഭവം ഉണ്ടായിരിക്കണം. ഞാൻ എന്ത് പ്രവചിച്ചുവോ അത് നടക്കുന്ന സാഹചര്യം ഉണ്ടാകണം. രണ്ടാമത്, ഒരു വ്യക്തിയുടെ തെറ്റിനെ മുഖത്തു നോക്കി പറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെ എന്ന് പറയുന്നതിനേക്കാൾ പ്രയാസമാണ് അല്ല എന്ന് പറയുവാൻ. യെസ് എന്ന് പറയുന്നതിനേക്കാൾ പ്രയാസമാണ് പലതിനോടും നോ എന്ന് പറയാൻ. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് അനുഭവിക്കുന്ന കാര്യമാണ്. ആഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിലെ ഓരോ ക്രമീകരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ നോമ്പിന്റെ അനുഭവമാണ്. പലതിനോടും നോ എന്ന് പറയുവാൻ തക്കവണ്ണം സഭ പ്രേരിപ്പിക്കുന്ന ദിവസങ്ങളാണ്. പക്ഷേ അതിൻ്റെ ആസ്വാദ്യത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ സുഖസൗകര്യങ്ങൾ, ആഹാരത്തിൻ്റെ രുചിയും അത് അനുഭവിച്ചാലുള്ള സുഖവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ നോ എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സ് ഒരുപക്ഷെ നമ്മളോട് അനുകൂലമായിരിക്കുകയില്ല. അതുകൊണ്ട് യെസ് എന്ന് പറയുന്നതിനേക്കാൾ പ്രയാസമാണ് നോ എന്ന് പറയുവാൻ. ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുവാൻ യോഹന്നാൻ സ്നാപകന് ഉണ്ടായ ജീവിതത്തിന്റെ അനുഭവം നമുക്കറിയാം. ഹെരോദ്യയുടെ ഭാര്യയോട് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ കൊന്ന് തല നൽകുവാൻ തക്കവണ്ണം, താലത്തിൽ നൽകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രതികാര ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന അനുഭവമാണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് രാജാവിന്റെ സന്നിധിയിലാണെങ്കിലും സാധാരണക്കാരന്റെ സന്നിധിയിലാണെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ ദൈവികമായിട്ടുള്ള അംശം നമ്മിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു അനുഭവത്തിൽ യോനാ പ്രവാചകൻ തൻ്റെ ജീവിതത്തെ പ്രാണഭയം കൊണ്ട്, ദൈവത്തിൻ്റെ കൽപ്പനകളെ മറന്നുകൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട്, മാറ്റി നിർത്തിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിനിവാ നോമ്പ്
യോനാ പ്രവാചകന്റെ അനുതാപത്തിലൂടെയുള്ള തിരിച്ചുവരവിന്റെ അനുഭവമാണ്. ദൈവത്തിൽ നിന്നും അകന്നു പോകുവാൻ യോനാ പ്രവാചകൻ ഇടയാക്കിയ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, വിജയത്തിലേക്കുള്ള പരാജയപ്പെടുവാൻ തക്കവണ്ണം താല്പര്യമില്ലാത്ത മനസ്സിന്റെ ഉടമയായ പ്രവാചകൻ. രണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ കൽപ്പിക്കുന്നത് ദൈവം പറയുന്നതാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ അവരുടെ തെറ്റിനെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിന് അവസാനമുണ്ടാകും. പ്രാണഭയത്താൽ ദൈവികമായിട്ടുള്ള അനുഭവത്തിൽ നിന്നും മാറിപ്പോകുവാൻ തക്കോണം ശ്രദ്ധിക്കുന്ന പ്രവാചകൻ. ഈ അനുഭവത്തിൽ നിന്നും തിരിച്ചു വരവിൻ്റെ അനുഭവമാണ്, തിരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതിൻ്റെ അനുഭവമാണ് യോനായുടെ ജീവിതത്തിൽ ഈ നോമ്പിൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നത്. 4 കൂട്ടർ അനുതപിച്ചതായിട്ട് യോനാ പ്രവാചകന്റെ പുസ്തകം നമ്മെ വരച്ച് കാണിക്കുന്നു. ഒന്നാമത് യോനാ പ്രവാചകന് അനുതപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ താൻ ദൈവത്തിൽ നിന്നും അകന്നു പോകുവാൻ തക്കവണ്ണം ഇടയായ സാഹചര്യത്തെ ഓർത്ത് യോനാ പ്രവാചകൻ അനുതപിക്കുന്നുണ്ട്. മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുന്ന, താണു വീണ് അപേക്ഷിക്കുന്ന യോനാ പ്രവാചകനെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. വ്യക്തിപരമായിട്ടുള്ള അനുതാപം ദൈവസന്നിധിയിലേക്കുള്ള തിരിച്ചുവരവിനെ കൂടുതൽ എളുപ്പമാക്കുന്നു എന്നുള്ളത് നമുക്ക് ഒന്നാമത് യോനാ പ്രവാചകന്റെ അനുതാപത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് കടന്നു വരണമെങ്കിൽ അവൻ അനുതാപ ഹൃദയമുള്ളവനായിരിക്കണം എന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെയാണ് അനുതാപത്തിന്റെ ഹൃദയം ഉണ്ടാക്കുന്നത്? ദാവീദ് അനുതപിച്ചതായിട്ട് സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. 51-ാം സങ്കീർത്തനം അതിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാഥാൻ പ്രവാചകൻ ചെന്ന് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിലെ കുറവുകളെയും തെറ്റുകളെയും താൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെയും ഒരുപക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അകന്നു പോകുവാൻ ഇടയാക്കിയിട്ടുള്ള കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്ത് കളയരുതേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്ത് കളയരുതേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. അനുതാപത്തിന്റെ അനുഭവത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാവിൽ ബലപ്പെടുന്ന ദൈവികമായിട്ടുള്ള കരുതൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും. നാം ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിന്നും അകന്നു പോവുകയും അനുതാപത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ ബലപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ പലതിനെയും ഉപേക്ഷിക്കുവാനും പലതിനെയും മാറ്റി നിർത്തുവാനുമുള്ള ധൈര്യം ദൈവം നമുക്ക് ചൊരിഞ്ഞു തരും. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള അനുതാപം ദൈവസന്നിധിയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. പത്രോസിന്റെ അനുതാപം, വ്യക്തിപരമായിട്ടുള്ള അനുതാപം നമ്മൾക്ക് കാണുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞതിനെ ഓർത്തുകൊണ്ട് വിലപിക്കുന്ന പത്രോസിന്റെ അനുതാപം, വ്യക്തിപരമായിട്ടുള്ള അനുതാപം, പൊട്ടിക്കരയുന്ന ജീവിതത്തിന്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഓർത്തുകൊണ്ട് ഒരുപക്ഷെ തൻ്റെ ജീവിതത്തിൽ അരുതാത്തത് ചെയ്തതിലുള്ള മനോഭാരം മൂലം വളരെ വ്യസനത്തോടുകൂടി ദൈവസന്നിധിയിൽ കരയുന്ന പത്രോസിനെ കാണുവാൻ തക്കോണം സാധിക്കും. അത് ദൈവസന്നിധിയിലേക്കുള്ള അടുപ്പത്തെ കൂടുതൽ എളുപ്പമാക്കുന്നു. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കൂടുതൽ നമ്മെ ശക്തരാക്കുന്നത് അനുതാപമാണ്. ഓരോ ആരാധനയും നമ്മെ അനുതാപത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണം എന്ന് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ കുർബാന വളരെ ദൈർഘ്യമേറിയ ഒരു കൂദാശയായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവിക കൃപകളെ ഓർത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കി തിരികെ വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്ന അനുഭവമാണ്. അതുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ പാടാറുണ്ട്, നിൻസ്തുതിയും ഹാലേലുയ്യായും കർത്താവെ ഞാൻ നിർത്തരുതേ. ഒരുപക്ഷെ നമ്മൾ പാടുന്നതാണ്, നിൻസ്തുതിയും ഹാലേലുയ്യായും കർത്താവെ ഞാൻ നിർത്തരുതേ, വിധി നീതി
എനിക്കയ്യോ ചെയ്യരുതേ, ഞാൻ പാതകിയെന്നറിയുന്നേൻ. സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം. നിന്നെ വിളിപ്പാൻ കഴിവെന്നേ, മൗനം മൃതിയ ഞാൻ പോകും. നീക്കുക കൃപയാൽ എൻ പാപം. യഥാർത്ഥമായിട്ടുള്ള ഒരു ഭക്തൻ ദൈവസന്നിധിയിൽ വന്ന് യാചിക്കുകയാണ്, എൻ്റെ കടങ്ങളെ, എൻ്റെ പാപങ്ങളെ ഓർത്താൽ ഈ സന്നിധിയിൽ നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ സന്നിധിയിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടവനായിട്ട് പോകുവാൻ ഞാൻ ഇടയാകും. അതുകൊണ്ട് നീ എന്നോട് കരുണ തോന്നി എൻ്റെ പാപത്തെ എന്നിൽ നിന്നും മാറ്റിക്കളയണമേ എന്ന് നാം പാട്ടുപാടാറുണ്ട്. സാധാരണ വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആലപിക്കുന്ന ഒരു ഗീതമാണ്. യഥാർത്ഥമായിട്ടുള്ള അനുതാപത്തിലൂടെ ദൈവിക ബലിയെ സമീപിക്കുവാൻ തക്കവണ്ണം സാധിക്കുമ്പോഴാണ് ജീവിതത്തിൽ ദൈവത്തോട് അടുത്തു വരുന്നു, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് അനുതാപത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന അനുഭവം യോനാ പ്രവാചകൻ നമ്മെ കാണിച്ചു തരുന്നു. ഓരോ കൂദാശകളിലും നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള അനുതാപം ദൈവസന്നിധിയിലേക്ക് കൂടുതൽ നമ്മെ ചേർത്ത് നിൽക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാകും. കുർബാന അതിനെ കൂടുതൽ നമ്മെ സഹായിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വരുവാൻ, ദൈവിക കൃപകളെ കൂടുതൽ യാചിക്കുവാൻ, എൻ്റെ കൃപകളെ പറ്റി ഓർക്കുവാൻ. ഞാൻ പാതകിയെന്നറിയുന്നേൻ, സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം. നിന്നെ വിളിപ്പാൻ കഴിവെന്നേ, മൗനം മൃതിയാൽ ഞാൻ പോകും. നീക്കുക കൃപയാലൻ. ഞാൻ പാതകിയാണ്, നീ എൻ്റെ എല്ലാ കടങ്ങളെയും ആരാഞ്ഞാൽ നിന്നെ വിളിക്കുവാൻ സാധിക്കാത്തവനായി, നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യതയില്ലാത്തവനായി ഞാൻ ലോകപ്രകാരം ജഡികമായും ആത്മീകമായും മരിച്ചവനായി മാറും. അതുകൊണ്ട് എൻ്റെ പാപത്തെ മാറ്റണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. അനുതാപത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അനുഭവം ദൈവസന്നിധിയിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ തക്കോണം ഇടയാകും. യോനാ പ്രവാചകന്റെ അനുതാപം ദൈവത്തെ കൂടുതൽ അറിയുവാൻ തക്കോണം ഇടയാകുന്ന, ദൈവിക പദ്ധതിയിലേക്ക് കൂടുതൽ അടുത്തു കൊണ്ടുവരുവാൻ തക്കോണം ഇടയാകുന്ന സാഹചര്യത്തിലേക്ക് യോനാ പ്രവാചകനെ ദൈവം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് യോനാ പ്രവാചകന്റെ അടയാളം നമുക്ക് നൽകുന്നത് വ്യക്തിപരമായിട്ടുള്ള അനുഭവം, വ്യക്തിപരമായിട്ടുള്ള അനുതാപം, വ്യക്തിപരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പുനഃക്രമീകരണം, അനുതാപത്തോടു കൂടിയുള്ള ജീവിത അനുഭവം നമ്മെ അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാൻ സാധിക്കും. ഒന്നാമത് യോനാ പ്രവാചകന്റെ അടയാളം നമുക്ക് നൽകുന്നത് അനുതാപത്തിലൂടെ ദൈവസന്നിധിയിലേക്ക്, വ്യക്തിപരമായിട്ടുള്ള അനുതാപത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം സാധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത് അനുതപിച്ച കൂട്ടരാണ് യോനായോടുകൂടി കപ്പലിൽ ഉണ്ടായിരുന്നവർ. അവരൊരു പക്ഷേ തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കുന്നതിനേക്കാൾ ഉപരി തങ്ങൾ ചെയ്യുവാൻ പോകുന്ന പാപത്തെ ഓർത്താണ് അനുതപിക്കുന്നത്. 2-ാം അധ്യായത്തിൽ അവർ പറയുന്നുണ്ട്, ഈ മനുഷ്യന്റെ രക്തം ഞങ്ങൾ ചീന്തുന്നത് മൂലം ദൈവമേ ഞങ്ങളെ ശിക്ഷയ്ക്ക് ഇടയാക്കരുതേ എന്ന് വളരെ പറയുന്നുണ്ട്. ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ നിർത്തരുത് എന്നുള്ള രീതിയിൽ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകുവാൻ ഇടയാകരുതേ, നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ, ദൈവമേ യഹോവയെ നിനക്ക് ഇഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനുതപിക്കുന്ന കപ്പലിലെ യാത്രക്കാരും കപ്പൽ പ്രമാണിയും. ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഒരുപക്ഷെ അവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരു വ്യക്തിയുടെ ജീവൻ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവൻ യഹോവയ്ക്ക് വിലപ്പെട്ടതാണ് എന്നുള്ളത് നാം അറിയുന്ന കാര്യമാണ്, മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്.
ആ ജീവിതത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം എനിക്കോ നിങ്ങൾക്കോ അവകാശമില്ല. സ്വയമായി ഞാൻ അതിനെ നശിപ്പിക്കുമ്പോൾ ആത്മഹത്യ എന്ന് പറയും. ഞാൻ വേറൊരാളുടെ ജീവനെ നശിപ്പിക്കുമ്പോൾ കൊലപാതകം എന്ന് പറയും. ഇത് രണ്ടും ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന കാര്യമല്ല. വ്യക്തിപരമായി എന്നെ നശിപ്പിക്കുവാൻ, എൻ്റെ ജീവിതത്തെ ഒന്നുമില്ലാതെയാക്കുവാൻ തക്കവണ്ണം എനിക്ക് അവകാശമില്ല. കാരണം ജീവന്റെ ഉടയവൻ ദൈവമാണ്. എനിക്ക് ജീവനെ തന്നത് ദൈവമാണ്. ഞാൻ ഇല്ലാതിരിക്കെ നീ എന്നെ സൃഷ്ടിച്ചു എന്ന് പിതാക്കന്മാര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഇല്ലാതിരിക്കെ, ഇല്ലായ്മയിൽ നിന്നും, കുറവുകളിൽ നിന്നും, ദൈവികമായിട്ടുള്ള അനുഭവത്തിൽ നിന്നും നീ എന്നെ സൃഷ്ടിച്ചു എന്ന് പിതാക്കന്മാര് പ്രാർത്ഥനയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവന്റെ ഉറവ ദൈവമാണ്. ആ ദൈവിക അനുഭവത്തിൽ ജീവിക്കുന്ന, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിട്ടുള്ളവരായ നമുക്ക് ജീവനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവകാശമില്ല. എന്നാൽ ഇവിടെ അങ്ങനെയുള്ള സാഹചര്യം ദൈവിക പദ്ധതി പ്രകാരം കപ്പലിലുള്ള യാത്രക്കാർക്കുണ്ടാകുമ്പോൾ അവർ അനുതപിക്കുന്നതായിട്ട് കാണുന്നു. ജീവിതത്തെ അനുതാപത്തിലേക്ക് കൊണ്ടുപോകുവാൻ തക്കവണ്ണം യോനാ പ്രവാചകൻ മൂലം ആ കപ്പലിലുള്ളവർക്ക് ഇടയാകുന്നു. യഹോവയായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തക്കവണ്ണം യോനാ പ്രവാചകന്റെ ജീവിതം മൂലം ഒരുപക്ഷെ ആ കപ്പൽ യാത്രക്കാർക്ക് ഇടയാകുന്നു. നീ ആരാണ്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ തൊഴിലെന്ത്? എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. കപ്പലിലുള്ളവർ യോനാ പ്രവാചകന് ചീട്ട് വീണപ്പോൾ ചോദിക്കുന്നതാണ്, നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ? നിന്റെ തൊഴിലെന്ത്? നീ എവിടെ നിന്ന് വരുന്നു? നിന്റെ നാട് ഏത്? നീ ഏത് ജാതിക്കാരൻ? അതിന് യോനാ പ്രവാചകൻ പറയുന്നുണ്ട്, രണ്ട് മറുപടി മാത്രമേ പറയുന്നുള്ളൂ. ഞാനൊരു എബ്രായൻ, കരയും കടലും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഭജിച്ചു വരുന്നു എന്ന് പറയും. ഞാനൊരു എബ്രായനാണ്, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ ഭജിച്ച് ജീവിക്കുന്നവനാണ്, ദൈവത്തിന്റെ ഒരു പ്രവാചകനാണ് എന്ന് യോനാ പ്രവാചകൻ പറയുന്നു. ഒരുപക്ഷെ സമൂഹം നമ്മോട് ചോദിക്കുന്ന, നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മോട് ചോദിക്കുന്ന ചോദ്യമായിരിക്കാം, നീ ഏത് ജാതിക്കാരനാണ്? നിന്റെ തൊഴിൽ എന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? ഉത്തരം പറയുവാൻ തക്കവണ്ണം ഒരുപക്ഷെ നമ്മളുടെ മാനുഷികമായിട്ടുള്ള ലോകപ്രകാരമുള്ള നിലയും വിലയും അനുസരിച്ച് പല തരത്തിലുള്ള ഉത്തരം നൽകുവാൻ തക്കവണ്ണം സാധിക്കും. യോനാ പ്രവാചകനും അത് സാധിക്കുമായിരുന്നു. ഞാനൊരു പ്രവാചകനാണ്, ഞാനൊരു നിനവെ യഹോവയായ ഇന്നാരുടെ മകനാണ്, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവനാണ് എന്നൊക്കെ പറയുവാൻ തക്കവണ്ണം സാധിക്കുമായിരുന്നു. എന്നാൽ രണ്ട് ഐഡന്റിറ്റി മാത്രമേ യോനാ പ്രവാചകൻ അവിടെ പറയുന്നുള്ളൂ. ഞാൻ ഒരു എബ്രായനാണ്. എബ്രായൻ ആകുന്നു എന്ന് പറയുമ്പോൾ ഞാനൊരു യഹൂദനാണ്. യഹൂദന്റെ പ്രത്യേകത ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹൂദന്മാരിൽ ഒരു വ്യക്തിയാണ് ഞാനെന്ന് ഏറ്റുപറയുന്ന യഥാർത്ഥമായിട്ടുള്ള അനുഭവം. ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും പറയുവാൻ വളരെ ഉത്തരമുണ്ട്. ഞാനൊരു പുരോഹിതനാണെന്ന് പറയുവാൻ സാധിക്കും. ഞാൻ ഇന്ന സഭയിലെ പുരോഹിതനാണെന്ന് പറയുവാൻ സാധിക്കും. ഈ രീതിയിൽ പല ഉത്തരങ്ങൾ നൽകുവാൻ എനിക്കും നിങ്ങൾക്കുമെല്ലാം സാധിക്കും. എന്നാൽ യഥാർത്ഥമായി അവിടെ പറയുന്നത് ഞാൻ ദൈവത്തിന്റെ വിശ്വസ്ത ദാസനാണ്, യഹോവയായ ദൈവത്തിന്റെ യഥാർത്ഥ മകനാണ് എന്ന് പറയുവാൻ തക്കവണ്ണം യോനാ പ്രവാചകന് അവിടെ സാധിക്കുന്നു. രണ്ടാമത്, ആരാണ് എൻ്റെ സൃഷ്ടിതാവ്? ആരാണ് എന്നെ നയിക്കുന്നത്? കടലും കരയും ഉണ്ടാക്കിയ യഹോവയായ ദൈവമാണ് എന്നെ നയിക്കുന്നത് എന്ന് പറയുവാൻ തക്കവണ്ണം സാധിക്കും. ഈ രണ്ട് ബോധ്യം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം മറന്നുകൊണ്ടിരിക്കുന്നതാണ്. പല സംഗതികളിലും പല കാര്യങ്ങളിലും നാം ഇടപെടുമ്പോൾ, ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വ്യക്തിത്വത്തെ കൂടുതൽ മാക്സിമൈസ് ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ശ്രമിക്കും. എന്നെ വഴി നടത്തുന്നവരെ മറന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നന്മയുടെ അനുഭവത്തെ നൽകുന്ന ദൈവത്തെ മറന്നുകൊണ്ട് എൻ്റെ വ്യക്തിത്വത്തിന്റെ പ്രാഭവത്തെ കാണിക്കുവാൻ തക്കവണ്ണം ഒരുപക്ഷെ ഞാൻ ശ്രമിക്കാറുണ്ട്. യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, ഒന്ന്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. മാമോദീസായിലൂടെ
ദൈവത്തിൻ്റെ മകനായി മകളായി മാറിയവരാണ് നാം ഓരോരുത്തരും. ആ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ, പ്രതീക്ഷയില്ലാത്ത അനുഭവങ്ങളിൽ ചെന്നു ചേരുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഇവിടെ യോനാ പ്രവാചകന്റെ ജീവിതത്തിൽ അത് കാണുവാൻ തക്കവണ്ണം സാധിക്കും. പ്രതീക്ഷയില്ല ഈ കപ്പലിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുമെന്ന്. യോനാ പ്രവാചകൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഈ കടലിലേക്ക് എടുത്ത് ഇട്ടാൽ മതി, നിങ്ങൾക്ക് രക്ഷപ്പെടാം. എന്നാലും രക്ഷയില്ലാത്തത് യോനാ പ്രവാചകനാണ്. ക്ഷോഭിച്ചിരിക്കുന്ന കടലിൽ വീണാൽ ഉണ്ടാകാവുന്ന അവസ്ഥയെപ്പറ്റി ഒരുപക്ഷെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്കും പേപ്പറിനകത്ത് കണ്ടു, വിദേശികൾ ഒഴുകിപ്പോയ കാര്യം. ക്ഷോഭിച്ചിരുന്ന കടലിൽ പോകരുതെന്ന് പറയുമ്പോൾ പറഞ്ഞത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അനുസരിക്കാതെ പോയപ്പോൾ കൊല്ലത്ത് വെച്ച് ഉണ്ടായ സംഭവം പേപ്പറിൽ കിടക്കുന്നത് കണ്ടു. ചെന്ന് അകപ്പെട്ട് കഴിഞ്ഞാൽ ഏതവസ്ഥയിലാണ് അവിടെ നമ്മൾ ആയിരിക്കുന്നത്, തിരിച്ചു വരുമ്പോൾ ഏതൊക്കെ അവസ്ഥയിലായിരിക്കും എന്നുള്ളത് നമുക്ക് പറയുവാൻ സാധിക്കത്തില്ല. പക്ഷേ ആ അവസ്ഥയിലും യോനാ പ്രവാചകന്റെ ബലമെന്ന് പറയുന്നത്, എന്നെ ഉണ്ടാക്കിയത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് കടലും കരയും ഉണ്ടാക്കിയ ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കടലിൽ എടുത്തിട്ടാലും എനിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്ന് അടിച്ചാലും യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. കാരണം എൻ്റെ മുകളിൽ വരച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ നാമമാണ്. ദൈവത്തിൻ്റെ മകളായി, ദൈവത്തിൻ്റെ മകനായി തീരുവാൻ തക്കവണ്ണം ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എങ്കിൽ ഈ ലോകത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ എനിക്ക് സാധിക്കും എന്നുള്ള യഥാർത്ഥമായിട്ടുള്ള വിശ്വാസം. രണ്ടാമത്, ആ ദൈവത്തെ അറിഞ്ഞുകൊണ്ടുള്ള ജീവിത സാഹചര്യത്തിൽ യോനാ പ്രവാചകൻ ഏറ്റുപറയുന്നു, എൻ്റെ ഉടയവൻ ദൈവമാണ്, ഞാൻ ഇന്നാരുടെ മകനാണ്, എൻ്റെ ഉടയവൻ ദൈവമാണ് എന്ന് പറയുന്ന അനുഭവം. ഈ ഒരു അനുഭവം ആ കപ്പലിലുള്ളവരെ അനുതാപത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം ഇടയാക്കി. യോനാ പ്രവാചകൻ അധികം അവിടെ പ്രസംഗിച്ചിട്ടില്ല. യഹോവയായ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി യോനാ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. യഹോവയായ ദൈവത്തെ വിശ്വസിക്കുന്നവരല്ല തർസീസിലുള്ളവരും ആ കപ്പലിൽ യാത്ര ചെയ്യുന്നവരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ ഈ രണ്ട് വാക്കുമൂലം യഹോവയായ ദൈവത്തോട് അവർ അപേക്ഷിക്കുന്നുണ്ട്, ഈ ജീവൻ മൂലം, ഈ വ്യക്തിയുടെ ജീവൻ നശിപ്പിക്കുന്നത് മൂലം ഞങ്ങൾക്ക് ദോഷമുണ്ടാകരുത്. അനുതാപത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കോണം ആ സമൂഹത്തിനിടയായി. അതുമൂലം കപ്പലിലുള്ളവർ രക്ഷ പ്രാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിൽ അനുതാപത്തിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ മുഖം കാണുവാൻ സാധിക്കുകയുള്ളൂ. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളപ്പോൾ മാത്രമേ യഥാർത്ഥ ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ശ്രമിക്കുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സന്തോഷത്തിൻ്റെ അനുഭവം വരുമ്പോൾ ഒരുപക്ഷെ നമ്മളത് മറന്നുപോകും. സാധാരണ രീതിയിൽ വിവാഹ കൂദാശ നമ്മൾ നടത്താറുണ്ട്. വിവാഹ കൂദാശ നടക്കുന്ന ഭവനങ്ങളുണ്ട്, അതിനുവേണ്ടി ഒരുക്കുന്ന ഭവനങ്ങളുണ്ട്. പല ഭവനങ്ങളിലും സന്ധ്യയ്ക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ സന്ധ്യാ നമസ്കാരം നടത്താറില്ല. കാരണം പരിചയമുള്ളവരും ബന്ധുക്കളും സ്നേഹിതരും എല്ലാം വന്ന് സന്തോഷത്തിൻ്റെ പ്രകടനമാകാം. രാത്രിയിൽ ഓരോരുത്തർ അവരവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്ന അനുഭവങ്ങളും ഒരുപക്ഷെ കാണുവാൻ തക്കവണ്ണം സാധിച്ചിട്ടുണ്ട്. സന്തോഷം വരുമ്പോൾ ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമുക്ക് ചെറിയൊരു അലംഭാവമുണ്ട്, മടിയുണ്ട്. എന്നാൽ പ്രയാസങ്ങൾ വരുമ്പോഴോ എപ്പോഴും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിലേക്ക് നാം വന്നു ചേരും, അതിലേക്ക് നാം എത്തിച്ചേരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ എന്നെ സൃഷ്ടിച്ചവൻ, എന്നെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നവൻ വലിയവനാണ് എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ അവിടെ മറ്റുള്ള അനുഭവത്തിലേക്ക് മാറിപ്പോകുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഒരു വിശ്വാസത്തിൽ നിന്നും വേറൊരു വിശ്വാസത്തിലേക്ക് മാറിപ്പോകുവാൻ തക്കവണ്ണമുള്ള ബോധ്യം എനിക്കുണ്ടാവുകയില്ല. കാരണം ഞാൻ എവിടെയായിരുന്നാലും എന്നെ കാക്കുന്നത് എൻ്റെ ദൈവമാണ്, എന്നെ കരുതുന്നവൻ എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവം ഈ കടലിനെയും കരയെയും നിർമ്മിച്ചവനാണ്. അവനറിയാം ഈ കടലിനെയും കരയെയും നിയന്ത്രിക്കുവാൻ. പടകിൽ ഉറങ്ങിയിരുന്ന ശിഷ്യന്മാര്
ഓളങ്ങളാൽ ഉറങ്ങിയിരുന്ന കർത്താവിനെ വിളിച്ചുണർത്തുമ്പോൾ ഓളത്തെ ശാന്തമാക്കി ശിഷ്യന്മാരെ രക്ഷിക്കുന്നതായിട്ട് കർത്താവിൻ്റെ ജീവിതയാത്രയിൽ ഉള്ള സംഭവത്തെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് കാറ്റിനെ ശാസിക്കുവാനും കടലിനെ നിയന്ത്രിക്കുവാനും കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. ആ വലിയ ശക്തിയുടെ മുന്നിൽ പകച്ചു പോകാതെ പിടിച്ചു നിർത്തുവാൻ സാധിക്കുന്നവനാണ്, കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. അതുമൂലം എനിക്ക് യാതൊന്നിനും പേടിയുണ്ടാകേണ്ട ആവശ്യമില്ല എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അനുതാപം, വ്യക്തിപരമായിട്ടുള്ള അനുതാപം ജീവിതത്തിൽ ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. ഇവിടെ നാം ആയിരിക്കുന്ന സമൂഹം, കപ്പലെന്ന് പറയുമ്പോൾ ഒരു ചെറിയ സമൂഹമാണ്. ലോകത്തിൻ്റെ ചെറിയ ഒരു പതിപ്പായിട്ട് ഒരു പക്ഷേ കാണുവാൻ തക്കവണ്ണം സാധിക്കും. പിതാക്കന്മാര് ഇതിനെ സഭയോട് ഉപമിച്ചിട്ടുണ്ട്. സഭയാകുന്ന കപ്പൽ എന്ന് പിതാക്കന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ഈ സഭയാകുന്ന കപ്പലിൽ ഒരുമിച്ചുള്ള അനുതാപം ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നതിനുള്ള മാർഗമായി മാറും. അതുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് നോമ്പ് നോക്കുന്നത് ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാനാണ്. വ്യക്തിപരമായ നോമ്പിനേക്കാൾ ഉപരി സഭ പഠിപ്പിക്കുന്നത് ഒരുമിച്ച് സഭയായി ദൈവസന്നിധിയിൽ നോമ്പ് നോക്കുവാനുള്ള അനുഭവമാണ്. അതുകൊണ്ടാണ് ക്രമീകൃതമായ രീതിയിൽ നോമ്പുകൾ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. 25 നോമ്പും 3 നോമ്പും 50 നോമ്പും 13 നോമ്പും 15 നോമ്പും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഒരുമിച്ച് ഒരേ സമൂഹമായി ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുവാനുള്ള അനുഭവം, ദൈവത്തോട് അടുത്തു വരുവാനുള്ള സാഹചര്യം സഭയായി ഉണ്ടാക്കുവാനാണ്. അതുകൊണ്ട് യോനാ പ്രവാചകന്റെ ചെറിയ സുവിശേഷം മൂലം കടലും കരയും നിർമ്മിച്ച ഉണ്ടാക്കിയവനായ ദൈവത്തെ ഭജിക്കുന്നവനാണ് ഞാൻ എന്ന് പറയുന്ന ആ ഒരു സുവിശേഷം മൂലം കപ്പലിലുള്ളവർ അനുതാപത്തിലേക്ക് തിരിച്ചു വരുവാനും അതിലൂടെ രക്ഷ നേടുവാനും തക്കവണ്ണം ഇടയായി. മൂന്നാമത് അനുതപിക്കുന്ന കൂട്ടമാണ് നിനിവയിലെ ജനം. നിനിവയിലെ ജനം അനുതാപത്തിലൂടെ ദൈവത്തിൻ്റെ കൃപയെ നേടിയെടുക്കുവാൻ തക്കവണ്ണം ഇടയായ അനുഭവം കാണുന്നുണ്ട്. അവരുടെ അനുതാപമാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. 3 ദിവസമല്ല 40 ദിവസം നോമ്പ് നോക്കുന്ന അനുഭവം. അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തങ്ങളുടെ അവകാശങ്ങളെയും അധികാരങ്ങളെയും അവർ വേണ്ട എന്ന് വെച്ചു. രാജാവ് മുതൽ സാധാരണക്കാരൻ വരെ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന അനുഭവം ഉണ്ടായി. പൂർണ്ണമായും ദൈവത്തിൻ്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് തങ്ങളെ തന്നെ ദൈവത്തോട് അടുത്തു വരുവാൻ തക്കവണ്ണം ക്രമീകരിച്ചു. നിനിവേക്കാര് ചെയ്ത കാര്യങ്ങൾ യോനാ പ്രവചനം 3-ാം അധ്യായം 5 മുതൽ ഉള്ള വാക്യങ്ങൾ കാണുന്നുണ്ട്. ഒന്നാമത് ചെയ്തത് ദൈവത്തിൽ വിശ്വസിച്ച് ഉപവാസം പ്രഖ്യാപിച്ചു. അനുതാപത്തിൻ്റെ ഒരു രൂപമാണ് ഉപവാസം എന്ന് പറയുന്നത്. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട്, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഉപവാസത്തിന് വേണ്ടി നമ്മെ തന്നെ ക്രമീകരിക്കുന്നു. പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഉപവാസം കേവലം മാനുഷികമായിട്ടുള്ള ലോകപ്രകാരമുള്ള വർജിക്കലിനെ മാത്രമല്ല. എന്തുകൊണ്ട് വർജിക്കണമെന്ന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതിനെയും വേണ്ട എന്ന് പറയുവാൻ, പലതിനോടും വേണ്ട എന്ന് പറയുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുവാനാണ് ഇപ്പോൾ മുന്നിലിരിക്കുന്നതിനോട് വേണ്ട, കൂടുതൽ താല്പര്യമുള്ളതിനോട് വേണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വേണമെന്ന് പറയുന്നതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. വേണ്ട എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം. നമുക്ക് അനുകൂലമാണെങ്കിലും നമുക്ക് പ്രതികൂലമാണെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ആവശ്യമില്ലെങ്കിലും വെറുതെ കിട്ടുന്നതെല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്ന് ചിന്തിക്കുന്ന അനുഭവമാണ്. ഒന്നുമില്ല എങ്കിൽ വെറുതെ കിട്ടിയതല്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യം. പക്ഷേ ആവശ്യമുള്ളതിനോട് വേണമെന്ന് പറയുവാനും ആവശ്യമില്ലാത്തതിനോട് വേണ്ട എന്ന് പറയുവാനും സാധിക്കണമെങ്കിൽ അവിടെ ഉപവാസത്തിൻ്റെ അനുഭവം ഉണ്ടാകണം, വർജനത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ
ശ്രദ്ധ, അറ്റൻഷൻ എന്ന് പറയുന്ന കാര്യം പഠിപ്പിക്കാറുണ്ട്. ഒരു വസ്തുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അനുഭവം. അറ്റൻഷൻ്റെ തന്നെ വേറൊരു രൂപമാണ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഞാനൊരു വസ്തുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് അറ്റൻഷനായിട്ട് മാറും. ഞാൻ ആ വസ്തുവിൽ നിന്നും ശ്രദ്ധ മാറ്റുമ്പോൾ അത് ഡിസ്ട്രാക്ഷനായിട്ട് മാറും. ഉപവാസം ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ, ദൈവത്തിലേക്ക് നമ്മളുടെ അറ്റൻഷനെ കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള സാഹചര്യമാണ്. ഒന്നാമത് നിനിവേക്കാർ തങ്ങളുടെ ഉപവാസത്തിലൂടെ ചെയ്യുന്നത്, തങ്ങളുടെ അനുതാപത്തിന് വേണ്ടി ചെയ്യുന്നത് ദൈവത്തിൽ വിശ്വസിച്ച് ഉപവാസം പ്രഖ്യാപിച്ചു. രണ്ടാമത് എല്ലാവരും ഒരുപോലെ ഉള്ള അനുഭവത്തിലേക്ക് കടന്നു വന്നു. രാജാവ് തൻ്റെ സിംഹാസനം വിട്ട് താഴെ ഇറങ്ങി ചാക്കും രട്ടും പുതച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ തന്നെ എളിമപ്പെടുത്തി. ജോലി ചെയ്യുന്നവനും കർഷകനും സാധാരണക്കാരനും എല്ലാം തന്നെ ആ ഒരു അനുഭവത്തിൽ രാജാവെന്നോ പ്രജയെന്നോ ഇല്ലാത്ത യഥാർത്ഥമായിട്ടുള്ള ദൈവിക അനുഭവത്തിലേക്ക്, പൗലോസ്ലീഹ പറയുന്നത് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, ധനവാനെന്നോ സാധാരണക്കാരനെന്നോ ഇല്ല. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നിനിവേയിലെ ജനം ശ്രമിക്കുന്നു തങ്ങളുടെ ഉപവാസത്തിലൂടെ. നമ്മളെല്ലാവരും ഉപവസിക്കുമ്പോൾ നമ്മളുടെ സ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട സുഖസൗകര്യങ്ങൾ കുറച്ചെങ്കിലും വേണ്ട എന്ന് വെക്കുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്നത് പോലെ ഇതും നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി, ജീവിതത്തിൻ്റെ ഒരു ചര്യയായി നോമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരനുഭവത്തിലേക്ക് ഒരുപക്ഷെ ഇന്നത്തെ സമൂഹം മാറിപ്പോയി. പണ്ടത്തെ കാലത്ത് പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും നോയമ്പ് നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചു പേർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു അനുഭവമായി നോമ്പിനെ മാറ്റാറുണ്ട്. കുഞ്ഞുങ്ങളൊന്നും നോമ്പ് നോക്കണ്ട എന്ന് നമ്മൾ തന്നെ പഠിപ്പിക്കും. പക്ഷേ ശാസ്ത്രം പറയുന്നത് ചെറുപ്പത്തിലെ ജീവിത സാഹചര്യവും ജീവിത ക്രമീകരണവും അവൻ എത്ര നാള് ജീവിച്ചിരുന്നാലും അത് തുടരുമെന്ന. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അനുഭവങ്ങളും ജീവിത സ്വഭാവങ്ങളും ഫോം ചെയ്യുന്നത് ആദ്യത്തെ 12 വയസ്സിനുള്ളിലാണ്. 3 മുതൽ 12 വരെ എന്ന് വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാം. ആദ്യത്തെ 5 വയസ്സ് വരെ ശാരീരികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയും, 6 മുതൽ അല്ലെങ്കിൽ 3 മുതൽ 6 വരെ ശാരീരികമായിട്ടും ബുദ്ധിപരമായിട്ടുള്ള വളർച്ചയും, 6 മുതൽ 12 വരെ സ്വഭാവത്തിൻ്റെ രൂപീകരണവുമാണ് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ സമയത്ത് കുഞ്ഞിനെ നോമ്പ് നോക്കാൻ പഠിപ്പിച്ചാൽ കുഞ്ഞ് ജീവിതത്തിൽ എല്ലാ സമയവും നോമ്പ് നോക്കുന്നവനായി ജീവിക്കും. എല്ലാ സമയവും ഞാൻ ഉദ്ദേശിക്കുമ്പോൾ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ. ഈ സമയത്ത് കുഞ്ഞിനെ യഥാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചാൽ ആ കുഞ്ഞ് മരിക്കുന്നത് വരെയും പ്രാർത്ഥനയുള്ളവനായി ജീവിക്കും. ഈ കുഞ്ഞിനെ യഥാർത്ഥമായ ജീവിതത്തിന്റെ യഥാർത്ഥ മൂല്യങ്ങളെ പറ്റി, മറ്റുള്ളവരെ കരുതുന്നതിനെ പറ്റിയും മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതിനെ പറ്റിയും പഠിപ്പിച്ചാൽ അവൻ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ കരുതുന്നവനായിട്ടും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനായിട്ടും മാറും. ഇത് നമ്മൾ ഒരുപക്ഷെ മറന്നുപോയി. ഇത് നമ്മൾ കളഞ്ഞുകൊണ്ട്, സാധാരണ ഞാൻ കൊല്ലം ഭദ്രാസനത്തിൽ ആയിരുന്നപ്പോൾ ശമാശനായിട്ട് എപ്പിഫാന്യസ് തിരുമേനിയുടെ കൂടെ നടക്കുവാൻ കുറച്ച് നാൾ ശമാശനായിട്ട് സെക്രട്ടറി ആയിട്ട് പോകാനിടയായി. തിരുമേനി തന്നെ പല കാര്യങ്ങൾ സന്ദർഭവശാൽ പറയാറുണ്ട് തമാശ രൂപേണ. പണ്ടത്തെ കാലത്ത് ഭിക്ഷക്കാർ വന്നു കഴിഞ്ഞാൽ പ്രായമുള്ള ആള് കുഞ്ഞുങ്ങളോട് ഈ പൈസ എടുത്തിട്ട് പറയും മോനെ കൊണ്ടുപോയി കൊടുക്കാൻ പറയും. അല്ലെങ്കിൽ ഒരുമിഞ്ഞുള്ള അരി കോരി അമ്മ കൊടുത്തിട്ട് പറയും ഇത് കൊണ്ടുപോയി കൊടുക്കാൻ പറയും. പ്രായമുള്ള ആൾക്ക് കൊടുക്കാൻ വയ്യാഞ്ഞിട്ടോ അതിനുള്ള പ്രാപ്തി ഇല്ലാഞ്ഞിട്ടോ കഴിവുകേട് കൊണ്ടോ അല്ല, കുഞ്ഞിനെ അത് ശീലിപ്പിക്കുക. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പഠിക്ക് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനോട് പറയും മോനെ ആരാന്ന് നോക്കിയിട്ട് നീ ആ ഗേറ്റ് അങ്ങ് അടച്ചേരെന്ന് പറയും. അകത്തോട്ട് കയറാൻ നീ അവനെ അനുവദിക്കണ്ടെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞും പുറത്തോട്ട് നോക്കിയിട്ട് പറയും നമ്മളും ഗുണമില്ലാത്തവരാണ്. ആരാ വന്നിരിക്കുന്നത്? പ്രായമുള്ള വല്യപ്പനും വല്യമ്മയുമാണ്. ഭാര്യയോട് അല്ലെ മോനോട് പറയും മോനെ നീ പോയി കഥ കഴിഞ്ഞ് അടച്ചിട്ട് പോലെ. കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് പൊക്കോളും.
വന്നിരിക്കുന്നത് അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ഇത് ശീലിച്ച കുഞ്ഞ് പ്രായമായി കഴിയുമ്പോൾ തൻ്റെ കുഞ്ഞിനോട് ഇത് തന്നെ പറഞ്ഞ് പഠിപ്പിക്കും എന്ന് തിരുമേനി സന്ദർഭവശാൽ പറയുകയുണ്ടായി. പഠിപ്പിക്കേണ്ട ശീലങ്ങൾ യഥാർത്ഥമായി പഠിപ്പിച്ചില്ല എങ്കിൽ അത് നമുക്ക് തന്നെ ദോഷമായി മാറും. അതുകൊണ്ട് ഉപവാസം എന്ന് പറയുന്നത് ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം മാത്രം അനുഷ്ഠിക്കുവാനുള്ള ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമല്ല, ജീവിത സാഹചര്യമല്ല, മറിച്ച് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ യഥാർത്ഥ അവസ്ഥയെപ്പറ്റി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുമ്പോൾ അവൻ വളർന്നു വന്നാലും ആ പാതയിൽ തന്നെ വളരുവാൻ തക്കവണ്ണം ശ്രമിക്കും. അത് ശാസ്ത്രം പറയുന്നതാണ്, മനഃശാസ്ത്രം പഠിപ്പിക്കുന്നതാണ്, വൈദ്യശാസ്ത്രവും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരുപോലെ ആകുന്ന ജീവിത സാഹചര്യത്തിലാണ് നിനിവേക്കാർ നോമ്പ് നോക്കുന്നത്. രാജാവെന്നോ സാധാരണക്കാരനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ ധനവാനെന്നോ ദരിദ്രനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരുപോലെ ഒന്നും ഭക്ഷിക്കാതെ ചാക്ക് ധരിച്ചുകൊണ്ട് ഇരട്ട് പുതച്ചുകൊണ്ട് ചാരത്തിൽ വസിക്കുന്ന അനുഭവം. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എത്ര പേര് അതിന് തയ്യാറാകും? ലഭിക്കുന്ന സുഖ സൗകര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു നേരം മെത്തയൊന്ന് മാറ്റിയിട്ട് തടിക്കട്ടിലേക്ക് കിടക്കാൻ പറഞ്ഞാൽ നമ്മൾക്ക് സാധിക്കത്തില്ല. അത് വേണമെങ്കിൽ ഡോക്ടർ പറയണം, നടുവിന് വേദന വന്നിട്ട് മെത്ത ഉപയോഗിക്കരുതെന്ന് പറയണം. അപ്പോൾ മാത്രമേ നമ്മൾ ആ സാഹചര്യത്തിലേക്ക് വരികയുള്ളൂ. ഞാൻ പറഞ്ഞത് പലതിനെയും സ്വല്പ നിമിഷത്തേക്കെങ്കിലും മാറ്റിവെക്കുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കുന്നില്ല. അവിടെ നിനിവയുടെ നോമ്പ്, ഉപവാസം, അനുതാപം യഥാർത്ഥമായിട്ടുള്ള അനുതാപമായിട്ട് യഹോവയായ ദൈവം കാണുവാൻ തക്കവണ്ണം ഇടയായി. മൂന്നാമത്, തങ്ങളുടെ തെറ്റുകളെ കുറിച്ച് യഥാർത്ഥമായ ബോധ്യം അവർക്ക് ഉണ്ടാകുന്നു. ഒന്നാമത്, അവർ ദൈവത്തിൽ വിശ്വസിച്ച് ഉപവാസം പ്രഖ്യാപിച്ചു. രണ്ടാമത്, എല്ലാവരും തുല്യരാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വന്നു. മൂന്നാമത്, തങ്ങളുടെ ജീവിതത്തിലെ അകൃത്യങ്ങളെ ഓർത്തുകൊണ്ട് അവർ തങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും തങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ തക്കവണ്ണം അവയെ മനസ്സിലാക്കി ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാകുന്നു. അതുകൊണ്ട് ഉപവാസത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് നമ്മളുടെ ജീവിതത്തിൽ നാം ഇതുവരെയും നടന്നു വന്ന പാതയെ ഒന്ന് മനസ്സിലാക്കുക. കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന കുമ്പസാര ക്രമത്തിൽ പറയുന്നുണ്ട്, ജീവിതത്തിലെ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി ചിന്തിച്ച് പുരോഹിതന്റെ മുമ്പിൽ അത് ഏറ്റുപറയണം എന്ന്. അനുതാപത്തിൻ്റെ പാരമ്യതയിലാണ് കുമ്പസാരം നടത്തേണ്ടത് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. കാരണം അനുതാപമുള്ള ഹൃദയത്തിന് മാത്രമേ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിനിവേക്കാർ അനുതപിക്കുമ്പോൾ തങ്ങളുടെ കുറ്റങ്ങളെയും തങ്ങളുടെ തെറ്റുകളെയും ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിലേക്ക് കൂടുതൽ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. തങ്ങളുടെ സ്ഥാനമാനങ്ങളെ വേണ്ട എന്ന് വെച്ചത് മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ, സാധാരണ രീതിയിൽ എൻ്റെ കുറ്റങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രയാസമാണ്. എൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയും. അത് മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങളോട് ചോദിച്ചാലും നിങ്ങളുടെ പ്രയാസങ്ങളോ കുറ്റങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസവും, നിങ്ങളുടെ ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. മറിച്ച് അടുത്തുള്ള ആളുടെ 10 ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ 10 കുറ്റങ്ങൾ പറയാൻ എളുപ്പവും, നല്ല ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രയാസവുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നന്മ എനിക്ക് വലുതും എൻ്റെ കുറവുകൾ എനിക്ക് ചെറുതുമാണ്. മറ്റുള്ളവരുടെ കുറവുകൾ എനിക്ക് വലുതും മറ്റുള്ളവരുടെ നന്മകൾ എനിക്ക് ചെറുതുമാണ്. ആ ഒരു അവസ്ഥയിൽ നിന്നും മാറി യഥാർത്ഥമായ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഉപവാസം, അനുതാപം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രീതികരമായി മാറും. ദാവീദും പത്രോസും അനുതപിച്ച കാര്യത്തെപ്പറ്റി ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചു. വ്യക്തിപരമായ അനുതാപം. ദാവീദ് തൻ്റെ ജീവിതത്തിലുണ്ടായ കുറവുകളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് അനുതപിച്ച് തിരികെ വരുന്നു. പത്രോസ് കർത്താവ് പറഞ്ഞ വാക്കോർത്തു, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ
തള്ളിപ്പറയും എന്ന് പറയുന്ന വാക്ക് ഓർത്തപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇതുവരെയും ദൈവത്തെ ഭജിച്ചു വന്നവൻ ഒരു ദുർബല നിമിഷത്തിൽ ദൈവിക അനുഭവത്തിൽ നിന്നും അകന്നു പോകുവാൻ ഇടയായി ലോകപ്രകാരമുള്ള സുഖത്തെ അന്വേഷിച്ചതുകൊണ്ട്, തണുപ്പത്ത് തീ കായുവാൻ പോയതുകൊണ്ട്, രണ്ടാമത് തൻ്റെ ജീവിതത്തിന് ഹാനി ഉണ്ടാകുമെന്ന് അവസ്ഥ വന്നപ്പോൾ നീ അവൻ്റെ കൂടെ ഉള്ളവനാണ് എന്ന് ബാലിക ചോദിക്കുമ്പോൾ അത് ഏറ്റുപറഞ്ഞാൽ ഒരുപക്ഷെ എന്നെയും ശിക്ഷയ്ക്ക് വിധേയനാക്കും എന്നുള്ള ചിന്ത മൂലം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മൂന്നാമത് ദൈവത്തെ ശിക്ഷാവിധിക്കുന്ന സ്ഥലത്തു നിന്നും അവനെ പുറത്തു കൊണ്ടുപോകുവാൻ ഇടയാകും, അവനെ തള്ളിക്കളയുവാൻ തക്കവണ്ണം ഇടയാകും എന്നുള്ള ചിന്ത മൂലം ഒരുപക്ഷെ പത്രോസ് ദൈവത്തെ തള്ളിപ്പറയുവാൻ ഇടയായെങ്കിൽ അനുതാപം തൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവകൃപയെ നേടിയെടുക്കുന്ന ദൈവിക സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ് അനുതാപം. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ പോറ്റുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ ദൈവികമായിട്ടുള്ള പദ്ധതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ഉപവാസം. ദൈവം അനുതപിച്ചതായിട്ട് നാലാമത് പറയുന്നു. തൻ്റെ സൃഷ്ടിയോട് അനുകമ്പയുള്ളവനാണ് ദൈവം, കരുണയുള്ളവനാണ് ദൈവം എന്ന് വളരെ വ്യക്തമായി നമ്മൾക്ക് ബോധ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മളെല്ലാവരും എത്ര തെറ്റ് ചെയ്തിട്ടും തിരികെ വരുമ്പോൾ ഇന്നും നാം ഈ ലോകത്തിൽ ആയിരിക്കുന്നതും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതും. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ ദൈവം തൻ്റെ ഭക്തനെ കൈവിടുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 3 അനുതാപത്തിലൂടെ ദൈവത്തിൻ്റെ ചിന്തയെ ദൈവം അവർക്ക് വരുത്തും എന്ന് നിശ്ചയിച്ചിരുന്ന ശിക്ഷാവിധിയിൽ നിന്നും മാറ്റം ഉണ്ടാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ പ്രയോജനമുണ്ടാകുമോ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമോ? ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് മാറ്റം വരുത്തുവാൻ തക്കവണ്ണം സാധിക്കുമോ? അതിനുള്ള ഉത്തരമാണ് ഇവിടെ കാണുന്നത്. ദൈവം നശിപ്പിച്ച പട്ടണമുണ്ട് സോദോം ഗൊമോറ. അവിടെ അനുതാപത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുവാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഇവിടെ ദൈവം വരുത്തുവാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്നും മാറ്റം വരുത്തി അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ശ്രമിക്കുന്നു. യഥാർത്ഥ അനുതാപത്തിൻ്റെ, യഥാർത്ഥ തിരിച്ചുവരവിൻ്റെ, യഥാർത്ഥ ഉപവാസത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനംമാറ്റമാണ്. ശിക്ഷാവിധിയിൽ നിന്നും നമ്മെ ശിക്ഷയിൽ നിന്നും രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ള ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുവാൻ മനുഷ്യർക്ക് സാധിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെ യഥാർത്ഥമായിട്ടുള്ള അനുതാപം ദൈവസന്നിധിയിൽ നമ്മൾക്ക് ഉണ്ടാകണം. ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ യഥാർത്ഥമായും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി കടന്നു വരണം. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്നവൻ ദൈവം ആരെന്നും അവൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും മനസ്സിലാക്കണമെന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിനിവാക്കാരുടെ അനുതാപം, യോനാ പ്രവാചകന്റെ ജീവിതം നമുക്ക് നൽകുന്നത് വീണ്ടെടുപ്പിൻ്റെ അനുഭവമാണ്. ഈ ദൈവത്തിനുണ്ടാകുന്ന മനംമാറ്റമാണ്, ദൈവിക ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥമായിട്ടുള്ള വീണ്ടെടുപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ യോനാ പ്രവാചകൻ ആഗ്രഹിക്കുന്നത് നിനിവേക്കാരുടെ പതനമാണ്. ദൈവിക കൃപകളെ ഒരുപക്ഷെ തടസ്സം വെക്കുവാൻ, മാറ്റി നിർത്തുവാനും ദൈവിക കൃപകളിൽ നിന്നും അവരെ മാറ്റി നിർത്തുവാനുമാണ് യോനാ പ്രവാചകന്റെ ആഗ്രഹം. അതുകൊണ്ട് യോനാ പ്രവാചകൻ വളരെ നിരാശനായി മാറുന്നത് ഈ 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിൽ നിന്നാണ് കർത്താവിനോട് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നീ ഇങ്ങനെയുള്ള ദൈവമായതുകൊണ്ട് ഞാൻ അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ നടക്കത്തില്ല എന്ന് 2-ാം വാക്യത്തിൽ, 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് തന്നെയാണ്, നീ മഹാകരുണയുള്ളവനായതുകൊണ്ട് ഞാൻ പ്രവചിക്കുന്ന പ്രവചനത്തെ മാറ്റുവാൻ തക്കവണ്ണം, നീ പറഞ്ഞതിനെ മാറ്റി ചിന്തിക്കുവാൻ തക്കവണ്ണം നിനക്ക് സാധിക്കും എന്ന് യോനാ പ്രവാചകൻ പറയുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള ദൈവിക പദ്ധതിയുടെ അനുഭവം വീണ്ടെടുപ്പിന്റെ അനുഭവമാണ്. യോനാ പ്രവാചകൻ ദൈവിക അനുഭവത്തിലേക്ക് തിരികെ വരുന്നത് ഈ
വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലൂടെ, കഷ്ടതയുടെ പ്രയാസത്തിന്റെ പ്രോസസ്സിങ്ങിലൂടെയാണ്. യോനാ പ്രവാചകൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ മാർഗങ്ങളാണ്. ഒന്ന്, കപ്പലിലൂടെയുള്ള യാത്ര. അടിത്തട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ അവിടെ നിന്നും വിളിച്ച് ഉണർത്തി പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിലേക്കും അവനെ കൊണ്ടുചെന്നെത്തിക്കുന്നു. അവനെ എടുത്ത് കടലിലേക്ക് ഇടുന്നു. രണ്ടാമത്, മത്സ്യത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന അനുഭവം, അതും കഷ്ടതയുടെ അനുഭവമാണ്. ഒരുപക്ഷെ കപ്പലിന്റെ ഉള്ളിൽ യോനാ പ്രവാചകൻ കിടന്നപ്പോൾ അവന് ചലിക്കുവാനും ചിന്തിക്കുവാനും ജീവിതത്തിലെ കാര്യങ്ങളെ നിറവേറ്റുവാനും സംസാരിക്കുവാനും എല്ലാം സാധിക്കുമായിരുന്നുവെങ്കിൽ, മത്സ്യത്തിന്റെ ഉള്ളിൽ ചെന്നപ്പോൾ യോനാ പ്രവാചകന് സംസാരിക്കുവാനോ ചലിക്കുവാനോ സാധിക്കുന്ന അവസ്ഥയിലല്ല. മറിച്ച് ദൈവത്തോട് മാത്രം തൻ്റെ അന്തരേന്ദ്രിയങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുവാൻ പറ്റുന്ന സാഹചര്യം മാത്രമേ അവിടെയുള്ളൂ. കടലാന എന്നാണ് അവിടെ പറയുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഒരു ലേഖനം വായിക്കാനിടയായി. അങ്ങനെയുള്ള മത്സ്യങ്ങളുടെ വായ വളരെ വലുതാണ്. മനുഷ്യന് സുഖമായിട്ട് അതിനകത്തേക്ക് കടന്നു പോകുവാൻ സാധിക്കും. മത്സ്യത്തെ ഒരു പള്ളിയോട് ഉപമിക്കുന്ന സാഹചര്യം വായിക്കുവാൻ തക്കോണം ഇടയായി. അവിടെ ദൈവത്തിൻ്റെ മനോഹരത്തെ കണ്ടുകൊണ്ട്, ദൈവത്തിൻ്റെ മുഖത്തെ മാത്രം കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ബന്ധപ്പെട്ടവനായി, ബന്ധിക്കപ്പെട്ടവനായി നിന്നുകൊണ്ട് ദൈവത്തോട് മാത്രം സംസാരിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ സൃഷ്ടിയായി യോനാ പ്രവാചകനെ കാണും. മത്സ്യത്തെ ഒരു ദേവാലയമായി കാണുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി മാത്രം വിളിക്കുവാൻ സാധിക്കുന്ന അനുഭവം അവിടെ ദേവാലയത്തിൽ ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ യോനാ പ്രവാചകൻ ഉണ്ടാകുന്നു. അതുകൊണ്ട് വീണ്ടെടുപ്പിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് പ്രയാസത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയും ശൂന്യമാക്കുന്ന, നമ്മെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്ന അവസ്ഥയിലൂടെയുമുള്ള വീണ്ടെടുപ്പാണ്. അതുകൊണ്ട് വീണ്ടെടുപ്പാണ് ഈ നോമ്പ് നമുക്ക് നൽകുന്ന ആഹ്വാനം. അനുതാപത്തിലൂടെയുള്ള വീണ്ടെടുപ്പ്, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള അനുഭവത്തിലേക്ക് തിരിച്ചു വരുവാൻ, എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാക്കുന്ന വീണ്ടെടുപ്പിന്റെ അനുഭവമാണ് 3 നോമ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആകേണ്ടുന്ന അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടു ചെന്നെത്തിക്കുവാൻ സാധിക്കുന്നതാണ്. പല ഉത്തരവാദിത്വങ്ങളും ഒരുപക്ഷെ ലോകപ്രകാരം നമുക്ക് ഭാരമായിട്ട് തോന്നാം. പല കടമകളും നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം വേണ്ട എന്ന് വെക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അവിടെ ചിന്തിക്കുക, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ, ആ ഉത്തരവാദിത്വത്തിൽ നമ്മെ അടുപ്പിക്കുവാൻ തക്കവണ്ണം ദൈവിക ബോധ്യം നമുക്ക് നൽകുവാൻ ദൈവത്തിൻ്റെ പ്രവർത്തനം ഈ രൂപത്തിൽ വീണ്ടെടുപ്പിന് വേണ്ടി ഉണ്ടാകുവാൻ സാധിക്കും. ഇത് കഷ്ടതയിലൂടെയാകാം, പ്രയാസത്തിലൂടെയാകാം. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയത്, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, നിന്റെ ശക്തി നൽകുകനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുക, ശക്തിയരുൾകനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുക. കഷ്ടതയിൽ യഥാർത്ഥ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ, ലോകപ്രകാരമുള്ള നഷ്ടങ്ങളെ വേണ്ട എന്ന് മറ്റു വെച്ചുകൊണ്ട് അത് നഷ്ടമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മാറുവാൻ തക്കവണ്ണം ശക്തി നൽകണം, എന്നെ ഭക്തിയിൽ പൂർണ്ണനാക്കണമെന്ന് പാട്ടുകാരൻ പാടുന്നത് ആ ഒരു അനുഭവത്തിലാണ്. തിരിച്ച് നമ്മെ യഥാർത്ഥ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം യോനായ്ക്ക് നൽകിയ അനുഭവമാണ് ഈ 3 ദിവസത്തെ ജീവിത അനുഭവം. നമ്മുടെ ജീവിതത്തിൽ ഈ നോമ്പ് നോക്കുമ്പോൾ അനുതാപത്തിലൂടെ, വ്യക്തിപരമായ അനുതാപത്തിലൂടെ, സഭയിലൂടെയുള്ള അനുതാപത്തിലൂടെ, സമൂഹത്തിലൂടെയുള്ള അനുതാപത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം സാധിക്കണം. നിനിവ എന്ന് പറയുന്നത് വലിയ ഒരു സമൂഹമാണ്, ഒരു ജാതിയാണ്.
കപ്പലിലുള്ളവർ ചെറിയ ഒരു സമൂഹമാണ്, സഭയാണ്. വ്യക്തിപരമായ അനുഭവമാണ്, അനുതാപമാണ് യോനായിലൂടെ ഉണ്ടാകുന്നത്. വീണ്ടെടുപ്പിന് ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഞാൻ മാത്രം അനുതപിച്ചത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കും എന്ന് സഭ പഠിപ്പിക്കുന്നില്ല. ഒരുമിച്ച് സഭയായി, ദേശമായി, സമൂഹമായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ആ ദേശത്തോട് നന്മ കാണിക്കും, ദൈവകൃപ ആ ദേശത്തിനുണ്ടാകും. അതാണ് സഭയും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് ഇടയാക്കിയ ഈ നിമിഷങ്ങളിൽ ദൈവിക അനുഭവത്തെ പങ്കിടുവാനും, വീണ്ടെടുപ്പിൻ്റെ അനുഭവം, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്നും തിരികെ വരുന്ന അനുഭവത്തിലേക്ക്, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറിപ്പോകാതെ അതിൽ ഉറച്ചു നിൽക്കുന്ന അനുഭവത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടാറുണ്ട്. ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ കുടുംബത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വളരെ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇട്ടിട്ട് പോകാൻ സാധിക്കുന്ന ഒരു അനുഭവമല്ല കുടുംബജീവിതം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഉത്തരവാദിത്തങ്ങൾ വരുമ്പോൾ രണ്ടും രണ്ട് വഴിക്ക് പോകുന്ന അനുഭവമാണ് കാണുവാൻ തക്കോണം സാധിക്കുന്നത്. അവിടെ ശക്തി ഉണ്ടാകണമെങ്കിൽ ഭക്തിയിലൂടെയുള്ള വളർച്ചയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവിക കൃപകളെ നേടിയെടുക്കുന്നതിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ഉപവാസങ്ങളും എല്ലാം തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് സാധിക്കും. ഇവിടെ ദൈവം മനസ്സ് മാറ്റുവാൻ കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നിനിവേക്കാർ ആയിത്തീർന്നത് കൊണ്ടാണ്. തങ്ങളുടെ അനുതാപത്തിൽ നിന്നും പിന്തിരിഞ്ഞ് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി യഥാർത്ഥ ദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് അവർ കടന്നു വന്നതുകൊണ്ടാണ് ദൈവം തൻ്റെ തീരുമാനത്തെ മാറ്റുന്നത്. എനിക്ക് മാറ്റമില്ല എങ്കിൽ ദൈവത്തിന് മാറ്റമുണ്ടാവുകയില്ല. ഞാൻ മാറുകയാണെങ്കിൽ ദൈവത്തിൻ്റെ ചിന്തയ്ക്കും മാറ്റം വരുത്തുവാൻ തക്കവണ്ണം എൻ്റെ മാറ്റം മൂലം സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ദൈവത്തിൻ്റെ ചിന്തയ്ക്ക് മാറ്റം വരുത്താമെന്ന് നിനിവേക്കാർ നമ്മളെ പൂർണ്ണമായും പഠിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ അവസ്ഥയിൽ നിന്നും മാറി ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ദൈവം ഒരുപക്ഷെ എനിക്ക് നൽകുവാനിരിക്കുന്ന ശിക്ഷയിൽ നിന്നും മാറി സ്നേഹത്തിൻ്റെ, തലോടലിൻ്റെ, കരുതലിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരും. അവിടെയാണ് യഹോവയായ ദൈവം ചോദിക്കുന്നത്, ഇടത് കൈയും വലത് കൈയും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്ത 1,20,000 ചില്ലുവാൻ്റെ മനുഷ്യരെ ഞാൻ നശിപ്പിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ വ്യക്തമായി എത്ര പേർ നിനിവേയിലുണ്ട് എന്നുള്ള കണക്ക് യഹോവയായ ദൈവം യോനാ പ്രവാചകന് പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം എൻ്റെയും നിങ്ങളുടെയും പേരുകൾ, എൻ്റെയും നിങ്ങളുടെയും എണ്ണം ദൈവസന്നിധിയിൽ കൃത്യമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ അനുതപിച്ചു വരുമ്പോൾ ദൈവം അത് മനസ്സിലാക്കുന്നു. ഒരു സമൂഹം അനുതപിക്കുമ്പോൾ ദൈവം അത് മനസ്സിലാക്കുന്നു. ദൈവികമായിട്ടുള്ള അവസ്ഥയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ കൃപകളിലൂടെ നമ്മെ സമ്പന്നരാക്കുവാൻ തക്കവണ്ണം നമ്മിലേക്കും കടന്നു വരും. അതുകൊണ്ട് ദൈവത്തിന് മാറ്റമുണ്ടാകണമെങ്കിൽ എനിക്ക് മാറ്റമുണ്ടാകണം. എൻ്റെ ഉപവാസം എൻ്റെ മാറ്റത്തിന് വേണ്ടിയായിരിക്കണം. വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ആ ഒരു അനുഭവത്തിലൂടെയാണ്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തുല്യമാകുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും നല്ല ബോധ്യത്തോടു കൂടി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു തിരിച്ചുവരവിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ ദൈവം നമ്മെ വീണ്ടെടുക്കും. അതാണ് 3 നോമ്പ് നമുക്ക് നൽകുന്ന ആഹ്വാനം. 3 നോമ്പിൻ്റെ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് വിശുദ്ധ കുർബാനയോടുകൂടിയാണ് ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷകൾ അവസാനിക്കുന്നത്. നോമ്പ് വീടുന്നത് നാളെയാണ്. ഇന്ന് രാത്രിയിലും നാളെ കുർബാന വരെ നോമ്പിൻ്റെ അവസ്ഥയാണ്, അവസരമാണ്, നോമ്പാണ് എന്നുള്ളത് ഒരുപക്ഷെ നമുക്കറിയാം. 3 രാത്രിയും 3 പകലും പൂർണ്ണമായും നോമ്പ് നോക്കുന്ന സാഹചര്യമാണ്, ക്രമീകരണമാണ് 3 നോമ്പിലുള്ളത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അവിടെ യഥാർത്ഥമായ അനുതാപം, ദൈവസന്നിധിയിലേക്കുള്ള മടങ്ങിവരവിൻ്റെ അനുഭവമായി ഒരുക്കത്തോടുകൂടി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് പോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് ആർ എന്നെ വിടുവിക്കും എന്ന് ചോദിക്കുന്ന ചോദ്യം 6-ാം
അധ്യായത്തിൽ യെശയ്യാപ്രവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നവർക്ക് ഒരുങ്ങുവാൻ തക്കവണ്ണം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നതും മനസ്സിലാക്കുന്നതും ആ ഭാഗമാണ്. മാലാഹ കുടിലുകൊണ്ട് തീക്കട്ടയെടുത്ത് അധരത്തിൽ തൊടുവിക്കുന്ന അനുഭവം. ആ ഒരു സാഹചര്യം ലോകത്തിൽ നമ്മൾ ആരും നീതിമാന്മാരല്ല, നമ്മളാരും വിശുദ്ധന്മാരില്ല. പക്ഷേ ദൈവത്തിൻ്റെ വിശുദ്ധി എന്നിലുണ്ട്, ദൈവത്തിൻ്റെ നീതി എന്നിലുണ്ട്. നമ്മൾ നീതിമാന്മാരല്ല, പക്ഷേ ദൈവത്തിൻ്റെ നീതി നമ്മിലുണ്ട്. നമ്മൾ വിശുദ്ധരല്ല, പക്ഷേ ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മിലുണ്ട്. ആ നീതിയെ കാണുവാനും ദൈവിക നീതിയെ കാണുവാനും ദൈവത്തിൻ്റെ വിശുദ്ധിയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നീതിമാനാകും, ഞാൻ വിശുദ്ധനായി മാറും. പരിശുദ്ധനായ പരമൽ തിരുമേനി അതിനെ തിരിച്ചറിഞ്ഞതുകൊണ്ട് വിശുദ്ധൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. നമുക്കും അതിന് സാധിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ നീതിമാനല്ല എന്നുള്ള ബോധ്യവും ദൈവത്തിൻ്റെ നീതി എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ചിന്തയും, ഞാൻ വിശുദ്ധനല്ല എന്നുള്ള ബോധ്യം, ദൈവത്തിൻ്റെ വിശുദ്ധി എന്നിൽ ഉണ്ട് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. ആ വിശുദ്ധി, ആ നീതി ദൈവിക അനുഭവത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നമ്മളുടെ തലകളെ വണക്കി ദൈവസന്നിധിയിൽ യാചിക്കാം. നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ. വിധി നീതി കയ്യോ ചെയ്യരുതേ. ഞാൻ പാതകിയെന്നറിയുന്നേൻ സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം. നിന്നെ വിളിപ്പാൻ കഴിവെന്നേ മൗനം മൃതിയാൽ ഞാൻ പോകും. നമ്മളുടെ മനസ്സ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള അനുഭവത്തെ, നമ്മുടെ അനുഭവത്തെ മനസ്സിലാക്കി പാടാം. ഞാൻ പാതകിയെന്നറിയുന്നേൻ സർവകടങ്ങളും മാരാഞ്ഞാൽ നരകം താനൻ. നിന്നെ വിളിപ്പാൻ മൗനം മൃതിയാൽ ഞാൻ പോകും. നീക്കുക കൃപയാൽ. മഹാകാരുണ്യവാനായ സ്വർഗീയ പിതാവേ, നിനിവേരോട് കനിവ് തോന്നി അവരുടെ അകൃത്യങ്ങളിൽ നിന്നും അവരെ കാത്ത് അവർക്ക് വരുത്താൻ ആഗ്രഹിച്ച ശിക്ഷയിൽ നിന്നും മാറ്റം വരുത്തി അവരെ സ്വീകരിച്ച് കൈക്കൊണ്ട് യഥാർത്ഥ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന നാഥ, ഞങ്ങളും നിനിവരെ പോലെ ഈ ലോക ജീവിതത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്നവരാകുന്നു. ലോകത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയരായി ജീവിക്കുന്നവരാകുന്നു. ഈ ലോകത്തിൻ്റെ മോളങ്ങളാലും മോഹങ്ങളാലും ആഗ്രഹങ്ങളാലും തള്ളപ്പെട്ടവരായി അതിനനുസരിച്ച് ജീവിക്കുന്നവരാകുന്നു. തിരിച്ചറിവിൻ്റെ ദൈവിക അനുഭവത്തിലേക്കുള്ള യഥാർത്ഥമായിട്ടുള്ള ബോധ്യത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് കൊണ്ടുവരണമേ. ഞങ്ങളുടെ കുറവുകളെ നാഥ ഈ തരുണത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ പാപം ചെയ്ത് നിന്നിൽ നിന്നും അകന്നുപോയി. നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങൾക്ക് ത്രാണിയില്ല. മുടിയനായ പുത്രനെ പോലെ, കൂലിക്കാരനെ പോലെയെങ്കിലും ഞങ്ങളെ കരുതുവാൻ നാഥ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ലോകത്തിലെ ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർത്താൽ ഞങ്ങൾക്ക് നിലനിൽപ്പ് ഇടയാവുകയില്ല, ഈ ലോകത്തിൽ വസിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത്രമാത്രം നിന്നിൽ നിന്നും അകന്നു പോയവരാകുന്നു ഞങ്ങൾ. നിന്റെ സന്നിധിയിൽ നിന്നും വളരെ ദൂരെ മാറിപ്പോയി പന്നികളുടെ ഇടയിൽ ജീവിക്കുന്ന അനുഭവത്തെക്കാൾ കഷ്ടതയിലായി ഞങ്ങൾ മാറിയിരിക്കുന്നു. നാഥ, തിരിച്ചുവരവിൻ്റെ അനുഭവത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. ആലയത്തിൽ ആയിരുന്ന അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്കിടയാക്കി. ഞങ്ങളുടെ യഥാർത്ഥമായ തിരിച്ചുവരവിന് ഇത് കാരണമായി തീരണമേ. ജീവിതത്തിൽ ഞങ്ങൾ നേടിയത് ഒന്നുമില്ല, നേടാൻ ആഗ്രഹിക്കുന്നത് ഒന്നുമില്ല. അല്പനിമിഷം അവിടുന്ന് നൽകുന്ന ജീവൻ അവിടുത്തെ വകയാകുന്നു. ഈ ലോകത്തിൽ അത് മാത്രമാകുന്നു ഞങ്ങൾക്ക് നേടുവാനായിട്ടുള്ളത്. ദൈവിക ജീവനെ നേടുവാൻ, സമൃദ്ധിയായ ജീവനെ നേടുവാൻ നാഥ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ. അവിടുത്തെ ദൈവിക കൃപയാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ.
ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾക്കുള്ള ശോധനയാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. കഷ്ടതയും പ്രയാസവും വരുമ്പോൾ അതിനെ താങ്ങുവാനും ശക്തി നൽകി നിന്നിലായിരിക്കുവാനുള്ള ഭക്തി നൽകി ഞങ്ങളെ വളർത്തണമേ. കഷ്ടത നിന്റെ ദാനമാകുന്നു. പ്രയാസങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള മാർഗമാക്കി മാറ്റുന്നു. രോഗവും സൗഖ്യവും അവിടുത്തെ ദാനമാകുന്നു. രോഗികളായിരിക്കുന്ന എല്ലാവരെയും നാം സന്ദർശിക്കണമേ. പാപം മൂലം രോഗികളായി തീർന്ന് നിന്നിൽ നിന്നും അകന്നു പോയവരായി നിന്റെ സന്നിധിയിൽ നിന്നും തള്ളപ്പെട്ടവരായി ഞങ്ങൾ മാറിയിരിക്കുന്നു. ഞങ്ങളുടെ പാപത്തെ പോക്കണമേ. ഞങ്ങളുടെ രോഗത്തെ ശാസിക്കണമേ. രോഗത്തിന് സൗഖ്യം നൽകണമേ. ബലഹീനതകളെ പോക്കണമേ. ബലിഷ്ഠതയേറിയ അവിടുത്തെ കരുത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വലിയ നോമ്പിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. ഉറച്ച തീരുമാനത്തോടുകൂടി ആദ്യം മുതൽ അവസാനം വരെ നോമ്പ് നോക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. നോമ്പാലും ഉപവാസത്താലും നിന്റെ മാർഗത്തെ കാണുവാനും ലോകത്തെ ജയിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തെ നാഥ തിരുമുമ്പാ സമർപ്പിക്കുന്നു. അവിടുന്ന് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തിരുമുമ്പാ സമർപ്പിക്കുന്നു. സമ്പത്തുകൾ, സമ്പാദ്യങ്ങൾ, സന്താനങ്ങൾ, നൽകിയിരിക്കുന്ന എല്ലാ വ്യാപാരങ്ങളും ജോലികളും എല്ലാം നാഥ തിരുമുമ്പാ സമർപ്പിക്കുന്നു. എല്ലാം നിന്റെ ദാനമാകുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ജീവിക്കുവാൻ അവിടുന്ന് നൽകുന്ന മാർഗമാകുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ജീവന്റെ വഴിയെ വിട്ടുപോകാതെ യഥാർത്ഥ ജീവനിലേക്ക് തിരിച്ചു വരുവാൻ ഈ മാർഗങ്ങൾ ഞങ്ങൾക്ക് സഹായകമായി തീരണമേ. യഥാർത്ഥ വിശുദ്ധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യഥാർത്ഥ ഭക്തിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. യഹോവ ഭക്തി അറിവിനെ നൽകുവാൻ തക്കോണം ഇടയാകുന്നു എന്ന് ഞങ്ങൾ പഠിക്കുന്നു. നിന്നെക്കുറിച്ചുള്ള അറിവ്, നിന്നെക്കുറിച്ചുള്ള ബോധ്യം, നിന്നെക്കുറിച്ചുള്ള എരിവ് ഞങ്ങളിൽ ഉണ്ടാകണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെ, ഞങ്ങളുടെ ബന്ധത്തിലുള്ളവരെ, ഞങ്ങളുടെ ചുറ്റുമുള്ള അയൽക്കാരെ, ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ഞങ്ങളുടെ സമൂഹം, ഞങ്ങളുടെ ദേശം ഞങ്ങൾ മൂലം അനുഗ്രഹിക്കപ്പെടുവാനിടയാകണമേ. യോനയുടെ പ്രസംഗം മൂലം നിനിവേർ അനുതപിച്ചതുപോലെ ഞങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും മൂലം, ഞങ്ങളുടെ നല്ല ജീവിതം മൂലം ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ സമൂഹവും ഞങ്ങളുടെ ദേശവും അനുഗ്രഹിക്കപ്പെടുവാനിടയാകണമേ. ദൈവിക പദ്ധതിയിൽ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. നിന്റെ യഥാർത്ഥമായിട്ടുള്ള ചിന്ത ഞങ്ങളിൽ ഉറപ്പിക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. അതിൽ ബലപ്പെട്ട് ജീവിക്കുവാനിടയാകണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. നാഥ, സംരക്ഷിക്കേണ്ടുന്നവരെ സംരക്ഷിക്കുവാനും കരുതേണ്ടുന്നവരെ കരുതുവാനും സ്നേഹിക്കേണ്ടുന്നവരെ സ്നേഹിക്കുവാനുമുള്ള മനസ്സ് നൽകണമേ. നിന്നിൽ നിന്നും അകന്നു പോകാതെ നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. വ്യക്തിപരമായി ഞങ്ങളെയും തിരുമുമ്പാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഈ ലോകത്തിൽ പാപമായി തീരരുതേ. ലോകത്തിന് ശാപമായി തീരരുതേ. ഞങ്ങളുടെ ഭവനത്തിന് ശാപമായി തീരരുതേ. ഞങ്ങളുടെ ദേശത്തിന് ശാപമായി തീരരുതേ. ഞങ്ങളുടെ ബലം നിന്റെ ബലമാണെന്ന് തിരിച്ചറിയുവാനിടയാക്കണമേ. വാങ്ങി തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നവരെ സ്വർഗീയ ഊർശിലേമിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ റുഹായും എന്നും എന്നാണ് സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.